6:9. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. കർത്താവിൽ ആശ്രയിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മടുത്തു പോകരുത് നന്മ ചെയ്യാൻ. യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നോ അതിന്റെ പ്രതിഫലം കർത്താവ് തന്നിരിക്കും. നന്മ ചെയ്യൽ നമ്മൾ മടുത്തു പോകരുത്. കർത്താവിന്റെ വേലയിൽ നീ വിതച്ചിട്ട് നീ മടുത്തു പോകരുത്. വിതച്ചിട്ട് നിന്റെ ജീവിതത്തിൽ വിടുതൽ നീ കാണുന്നില്ലെന്നൊന്നും നീ പിറുപിറുക്കരുത്. ഇല്ല, നീ കൊയ്യും. തക്ക സമയത്ത് നീ കൊയ്യുക തന്നെ ചെയ്യും. നന്മ ചെയ്യുക നാം മടുത്തു പോകരുത്. നമ്മൾ എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. മടുപ്പ് പിശാചി കൊണ്ടിരുന്ന നമ്മൾ തിരിച്ചറിയണം. ദൈവമക്കൾക്കുള്ളതല്ല മടുപ്പ്. ജീവിതത്തെ ഓർത്ത് ആയിരിക്കുന്ന ഏത് മേഖലയിലായിരിക്കാലും അവിടെയൊക്കെ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നിങ്ങളെ കർത്താവ് എവിടെ ആക്കിയിരിക്കുന്നോ, ഭവനത്തിൽ നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ അവിടെ വിശ്വസ്തരായിരിക്കണം. അവിടെ വീട്ടിലെ കാര്യങ്ങള്, ഇപ്പൊ ഹൗസ് വൈഫ് ആയിട്ടുള്ളവര് വീട്ടിലെ കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യണം, മടുത്തു പോകരുത്. ഹല്ലേലൂയ. എന്ത് ചെയ്യുമ്പോഴും കർത്താവിന് എന്ന വണ്ണം ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ, അല്ലെ നിങ്ങളുടെ കൂട്ടുപങ്കാളിക്ക് വേണ്ടി ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യുവാനായിട്ട്, കർത്താവിന് എന്ന വണ്ണം നമ്മൾ ഏത് ചെറിയ പ്രവൃത്തിയും കർത്താവിന് എന്ന വണ്ണം ചെയ്തേ അതിനൊക്കെയും പ്രതിഫലം കർത്താവ് തരും. നിങ്ങൾ ആയിരിക്കുന്ന ജോലി സ്ഥാപനത്തിൽ അവിടെ സന്തോഷത്തോടെ വേണം ഓരോ ദിവസം കടന്നു ചെല്ലുവാൻ. നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ നിങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ തക്കോണം കർത്താവ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നു. നമ്മൾ തന്നെ നമ്മുടെ നാവിന് അനുഗ്രഹമായത് പറയണം. അനുഗ്രഹിക്കുന്നത് കർത്താവാ. ഇവിടെ വചനം പറയുന്നു, നന്മ ചെയ്യൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും. നിങ്ങൾ വിതയ്ക്കുന്നോ നിങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ വിതയ്ക്കുന്നോ നിങ്ങൾക്ക് സന്തോഷത്തോടെ കൊയ്യുവാനായിട്ട് കഴിയും. വിതച്ചിട്ട് നിങ്ങൾ നിറുവറുക്കരുത്. വിത കഴിഞ്ഞിട്ട് മാറിയിരുന്ന് നിരാശപ്പെടരുത്. വിത കഴിഞ്ഞിട്ട് മാറിയിരുന്ന് കരയരുത്. വിതയ്ക്കുന്നോ നിങ്ങൾ സന്തോഷത്തോടെ കൊയ്യുവാൻ തക്കവണ്ണം നല്ലൊരു കൊയ്ത്ത് നിന്റെ പിതാവ് നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ആർപ്പോടെ തന്നെ കൊയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് വിതയ്ക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് കർത്താവ് അത് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയുന്നു, ആകിയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നാം എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട്, നമുക്കുള്ളവർക്ക് മാത്രമല്ല, ഞാനും എന്റെ കുടുംബം മാത്രമല്ല, ഞാനും എന്റെ സഹോദരൻ മാത്രമല്ല, ഇല്ല, നമ്മൾ എവിടെയൊക്കെ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ അവിടെ ഒക്കെ നന്മ ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കണം. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപയല്ല. നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിന് എന്നവണ്ണം ചെയ്യുന്നോ പ്രതിഫലം കർത്താവ് തന്നിരിക്കും. നിങ്ങൾ കർത്താവിന് എന്നവണ്ണം വിതയ്ക്കുന്നോ, നിങ്ങൾ സുവിശേഷ വേലയിൽ വിതയ്ക്കുന്നോ പ്രതിഫലം കർത്താവ് തരും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയായിരുന്നാലും ഏത് മേഖലയിലായിരിക്കണം അവിടെ സന്തോഷത്തോടെ ആയിരിക്കണം. നിങ്ങൾ ഒരു ജോലി സ്ഥാപനത്തിൽ ആക്കിയിരിക്കുന്നെങ്കിൽ അത് കർത്താവ് അവിടെ ആക്കിയിരിക്കുന്നത്. അവിടെയും കർത്താവിന് എന്താണ് നിങ്ങൾ ചെയ്തേ, നിങ്ങളുടെ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ഒന്ന് ചെയ്തേ പ്രതിഫലം കർത്താവ് തരും. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്താൽ കർത്താവ് നിറയ്ക്കട്ടെ. വചനങ്ങളാ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അപ്പ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ പകൽ കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തരായിട്ട് സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കണം നിന്റെ മക്കളെ എല്ലാം നീ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ ഹസ്ബൻഡ് വൈഫ് ഭിന്നത യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ഭവനത്തിന്റെ മേൽ സമാധാനം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ അനാവശ്യമായ വർത്തമാനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. സ്വർഗീയ സമാധാനം ആ ഭവനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ സ്വർഗീയ സമാധാനം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അത്ഭുത വിടുതൽ കർത്താവേ ആ കുടുംബത്തിന്റെ മേലപ്പ നീ അയച്ചിരിക്കുക. സ്തോത്രം. നിന്റെ സ്വർഗീയ സമാധാനത്താൽ മക്കളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ജയത്തിന്റെ പകലായി തീരട്ടെ. സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ പകലായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.